وبركاته. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ധാരാളം ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ മറവിട്ട് കിടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ മൂന്നാക്കൽ പ്രദേശത്ത് ഈ നാടിന്റെ എല്ലാമായ യുവ സുഹൃത്തുക്കളുടെ കഠിനമായ പ്രയത്നവും കാരണവന്മാരുടെ ആത്മാർത്ഥമായ പിന്തുണയും ഉമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥനകളും എല്ലാം സംഗമിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ സംഘമാണ് തദ്കിറത്തു സ്വാലിഹീൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. മഹാന്മാരുടെ സ്മരണയിലായി മഹത്വങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആ മഹാന്മാരുടെ മദതിലും തിരുനോട്ടത്തിലുമായി സമൂഹത്തിൽ, വിശിഷ്യ നമ്മുടെ ഈ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി മറ്റ് വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന തദ്കിറത്തു സ്വാലിഹീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്ത് മഹാന്മാരായ സ്വാലിഹീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ട്രസ്റ്റിന് അനുയോജ്യമായ എല്ലാ നിലക്കും യോഗ്യരായ വലിയ മഹത്വമുള്ള മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ അൽ ബുഖാരി അങ്ങ് കാസർഗോഡിന്റെ വളരെ ദൂരെയുള്ള പ്രദേശത്ത് ആരാരും എത്തിപ്പെടാൻ ഭയന്നിരുന്ന, വനസമാനമായി കിടന്നിരുന്ന ഒരു ഭൂമികയിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മഹത്തായ സ്വലാത്ത് ജനലക്ഷങ്ങൾക്ക് ആത്മീയതയും ആശ്വാസവും പകർന്നു നൽകിക്കൊണ്ട് ബായാർ എന്ന പ്രദേശത്ത് വലിയ മജ്ലിസിന് നേതൃത്വം നൽകുന്ന മഹാനവറുകൾ, ആ മഹാനവറുകളാണ് നമ്മുടെ ഈ എളിയ പ്രവർത്തനങ്ങൾക്ക്, പ്രധാനമായും നമ്മുടെ ഈ മാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ മജ്ലിസ്, സ്വലാത്ത് ദുആ മജ്ലിസ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കർണാടകയിലും ധാരാളം സദസ്സുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനവറുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ
മൂന്നാക്കലുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ നാട്ടിലൊരു മജ്‌ലിസ് നമുക്ക് സ്ഥിരമായി നടക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോ ഒരുപാട് തിരക്കുകളും പ്രതിസന്ധികളും ഉള്ളതോടുകൂടെ തന്നെ മഹാന്മാരോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, സ്വാലിഹീങ്ങളോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം മാത്രമാണ് നമ്മുടെ ഈ മജ്‌ലിസിന് ഇത്രയും നാൾ മഹാനവറുകൾ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ലക്ഷ്യങ്ങൾ ഈ സംഘം ഇവിടെ രൂപീകൃതമാകുമ്പോൾ, അതല്ലെങ്കിൽ ഈ നാട്ടിലെ നല്ലവരായ യുവസുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും മുന്നിൽ കണ്ടിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മദദ് കൊണ്ട്, അഭിവന്യരായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലായി അൽഹംദുലില്ലാഹ് നാം 8ാമത്തെ മജ്‌ലിസ് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ സ്വലാത്തു മജ്‌ലിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ കേരളത്തിലും കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം മഹാനായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മജ്‌ലിസുകളിൽ പ്രധാനമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടതയോടുകൂടെ, പ്രയാസത്തോടുകൂടെ, ശാരീരികമായി വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും മനസ്സിൽ നിറച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ശരീരത്തിൽ ഏറ്റിക്കൊണ്ട് അവരുടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ രോഗങ്ങൾക്ക് ശിഫാ ലഭിച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത പല ആളുകൾക്കും സന്താനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള വ്യത്യസ്തമായ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടുണ്ട്. ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറയാറുണ്ട്, അത് തങ്ങളെ മഹത്വമല്ല, അതെന്റെ മഹത്വമല്ല. അത് എളിമയുടെ വാക്കാണെങ്കിൽ പോലും മഹാനവറുകൾ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അവിടുത്തെ വസീലയാക്കിക്കൊണ്ട് എന്തു ചോദിച്ചാലും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തട്ടപ്പെടുകയില്ല. അത് ചോദിക്കുന്നത് അവിടുത്തെ പേരക്കുട്ടികളിൽപ്പെട്ടവരാകുമ്പോ, അതല്ലെങ്കിൽ അവിടുത്തെ അനന്തരക്കാരാകുന്ന ഉലമാക്കളും സാദാത്തുക്കളുമാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പരിഗണന നൽകുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മുടെ ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ ധാരാളം പണ്ഡിതന്മാരും സാദാത്തുക്കളും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം മഹബ്ബത്ത് വെക്കുന്ന, ഇഷ്ക് വെക്കുന്ന ധാരാളം സഹോദരന്മാരെത്തിപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഹബീബായ തങ്ങളുമായി അടുത്ത സാധാരണക്കാർ ഒരുപാട് സദസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഉമ്മമാരും സഹോദരിമാരുണ്ട്. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ അവിടുന്ന് നിയോഗിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിലൂടെ നമുക്കറിയാം. റഹ്മത്തുൽ ലിൽ ആലമീന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കപ്പെടുന്നത്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യവും
അവിടുത്തെ ഔദാര്യവും കേവലം അവിടുത്തെ ജീവിതകാലത്തു മാത്രമല്ല. നമുക്കറിയാം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചത് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ട ആദിമ മനുഷ്യർ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി സൃഷ്ടിക്കപ്പെടുന്നത് സ്വർഗത്തിലാണെന്ന് നമുക്കറിയാം. ആ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തേക്ക് സൃഷ്ടിക്കപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമി ലോകത്തേക്ക് ഒരു പ്രതിനിധിയെ നിയോഗിക്കുമെന്ന് പറഞ്ഞ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ചെറിയൊരു അബദ്ധം പിശക് സംഭവിച്ചപ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് ഇറക്കപ്പെടുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുപാട് സങ്കടത്തോടുകൂടെ വിഷമത്തോടുകൂടെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്റെ പക്കൽ നിന്ന് വല്ല തെറ്റും വന്നു പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് വർഷം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവസാനമതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്തിഗാസ നടത്തുകയാണ്. അവിടുത്തെ വസീലയാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, സ്വീകരിക്കപ്പെടുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, അല്ലയോ ആദമേ, നിനക്കെവിടെ നിന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പേര് നിനക്കെവിടെ നിന്നാണ് ലഭിച്ചത്? നീ ആ രൂപത്തിൽ ആദമിനോട് പറയുകയാണ്, നിങ്ങൾ ആ രൂപത്തിൽ അല്ലാഹുവാകുന്ന എന്നോട് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ ആദം നബിയുടെ മറുപടി എന്താണ്? അല്ലയോ റഹ്മാനായ റബ്ബേ, നിന്റെ വലിയ സൃഷ്ടിയായ അർശ്, ആ അർശിന്റെ മുകളിൽ എഴുതപ്പെട്ടതായി ഞാൻ വായിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലായിരുന്നപ്പോൾ വായിച്ചിട്ടുണ്ട്, ആ അല്ലാഹുവിന്റെ വലിയ ബഹുമാനമുള്ള അർശിന്റെ മേൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന നാമം, അല്ലാഹുവിന്റെ പേരോടുകൂടെ എഴുതപ്പെട്ടിരിക്കുന്ന നാമം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് കാണുമ്പോൾ അറിയാം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ പേരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ വസീലയാക്കിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കാൻ കാരണമെന്ന് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തെ ആദിമ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിനെ വസീലയാക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തുടങ്ങുകയാണ്. അവിടെ നിന്ന് തുടങ്ങിയ മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ അമ്പിയാക്കളും മുർസലീങ്ങളും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടതേടിക്കൊണ്ട് അവിടുത്തെ വസീലയാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്തേ? ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്ക്. ആകാശമണ്ഡലങ്ങളും ഭൂമിപ്രതലങ്ങളും എല്ലാം അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ തൃപ്തിക്ക് വേണ്ടിയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മുഴുവൻ ചലനനിശ്ചലനങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയിലായിട്ടാണ്, അവിടുത്തെ മഹബ്ബത്തിലായിക്കൊണ്ടാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബാണ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരൊറ്റ സംഭവം പറയാം. വിശുദ്ധമായ ഖുർആനുൽ ശരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ലോകത്തിന്റെ ചലനനിശ്ചലനങ്ങൾ തീരുമാനിക്കുന്ന കൂട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്, സൂറത്തുൽ ബഖറയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യകാലത്ത് അവിടുന്ന് മക്കയിൽ ജനിച്ചു വളർന്നു. അവിടുന്ന് നുബൂവത്ത് ലഭിച്ചു, പ്രബോധനം ഏറ്റെടുത്തത് മുതൽ ആദ്യകാലത്ത് അവിടുന്ന് വളർന്നു വരുമ്പോ, ചെറിയ കുട്ടിയായി വളരുമ്പോ, യുവാവായിട്ട് വളരുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ എല്ലാവരും അല്ലമീനാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന മഹാനായി ഹബീബായ തങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണ്. ചെറിയ രൂപത്തിലുള്ള പ്രബോധന ദൗത്യങ്ങളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പരസ്യമായ പ്രബോധനം അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് അവിടുത്തെ നുബൂവത്തിന്റെ പ്രായമെത്തുമ്പോ, ഹിറാ ഗുഹാന്തരത്തിലിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നുബൂവത്ത് ഇറങ്ങുകയാണ്, വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടുകയാണ്. ആ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ നുബൂവത്ത് ലഭിക്കുന്നതോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് പ്രബോധനത്തിന്റെ വലിയൊരു ദൗത്യവും കൂടി ഏറ്റെടുക്കേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ശേഷം ഇവിടെ പരസ്യമായും രഹസ്യമായും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ വിശുദ്ധമായ ഇസ്ലാമിലേക്ക്, സമത്വത്തിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, ഐക്യത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ വിശുദ്ധ മതത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുമ്പോ വമാ അർസൽനാക, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നസീറ, അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാൻ, അതാ ഭയാനകരമായ നരകത്തിൽ നിന്ന് മോചനം തേടാൻ വേണ്ടി ഹബീബായ തങ്ങള് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗ്ഗസ്ഥരാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ക്ഷണിക്കുന്ന കാലഘട്ടം വലിയ വിശദമായി പറയാനുണ്ട്. നമുക്കൊക്കെ അറിയാം, ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് അപവാദങ്ങളും കുപ്രചരണങ്ങളും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനു വേണ്ടിയാണ് സഹിച്ചത്? നമുക്ക് ഇസ്ലാം കൈമാറാൻ വേണ്ടിയാണ്, നമുക്ക് ഹിദായത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ത്യാഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിലേക്ക്, സമാധാനത്തിലേക്ക്, സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം വാക്കുകളെ കൊണ്ടുള്ള ആക്ഷേപങ്ങളല്ല, അപവാദങ്ങളല്ല, കുപ്രചരണങ്ങളല്ല, മറിച്ച് ശാരീരികമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആദ്യമായി ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി ഹബീബായ തങ്ങൾ അവിടുത്തെ ഉമ്മയുടെ നാടായ ത്വായിഫിലേക്ക് ഹിജറ പോവുകയാണ്. കാരണം നമുക്കറിയാം, നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസം വരുമ്പോ നാം ഉപ്പയുടെ ആളുകളിലേറെ നാം സമീപിക്കാറുള്ളത് ഉമ്മയിലേക്കാണ്, അതല്ലെങ്കിൽ ഉമ്മയുടെ ആളുകളിലേക്കാണ്. ഹബീബായ തങ്ങൾ ചെറുപ്പത്തിലെ യതീമായി വളർന്നു. ഹബീബായ തങ്ങളുടെ 6ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അമ്മാമന്മാരും അതുപോലെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുകയാണ്, ഈ പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് താൽക്കാലികമായൊരു ക്ഷമം, താൽക്കാലികമായൊരു രക്ഷ കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിന്റെ മലാരണ്യത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയൊരു ആശ്വാസം പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയുള്ള ആളുകളതാ സത്യത്തിന്റെ നിഷേധികൾ, ഇരുട്ടിന്റെ ഉപാസകരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ അവിടുന്ന് ആട്ടിയോടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെയുള്ള കുട്ടികളെ നിരത്തിലിറക്കിക്കൊണ്ട് കൂക്കി വിളിച്ചുകൊണ്ട് അപഹാസങ്ങൾ ഇറക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞേക്കാനുള്ള തീരുമാനമാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലേക്ക് ആ ചെറിയ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കല്ലുകൊണ്ട് പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ശരീരത്തിൽ മുറിവേൽക്കുകയാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ നബിയെ, തങ്ങൾ സമ്മതം തന്നാൽ ഈ കാണുന്ന രണ്ട് മലകൾക്കിടയിലിതാ ഈ ത്വായിഫുകാരെ മുഴുവനും നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഓർഡറുണ്ട്, തങ്ങളൊന്ന് സമ്മതിക്കുമോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ കടലായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ ജിബ്രീലേ, അവരറിവില്ലാത്തവരാണ്, അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയവരാണ്, തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ അപവാദങ്ങളും കുപ്രചരണങ്ങളും നടത്തിയതാണ്, ആക്ഷേപങ്ങൾ നടത്തിയതാണ്. അതുപോലെ എന്നെ പ്രഹരിച്ചതും എന്നെ വേദനിപ്പിച്ചതും അവരറിയില്ലാത്തതിന്റെ പേരിൽ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാൻ അർഹമുർ റഹീമായ റബ്ബിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പ്രാർത്ഥിക്കുകയാണ്. പിൽക്കാലത്ത് വരുന്ന ഏതെങ്കിലും ആളുകൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പിൽക്കാലത്ത് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ, സത്യം മനസ്സിലാക്കി നീതി മനസ്സിലാക്കി ഇസ്ലാം പുൽകിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹമെന്ന വലിയൊരു പ്രഖ്യാപനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നിർവഹിക്കുകയാണ്. അവിടുന്ന് വളരെ പ്രയാസത്തോടുകൂടെ വിഷമത്തോടുകൂടെ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നീടതാ അവിടുത്തെ 13-ാമത്തെ വയസ്സിൽ ഈ 13 വർഷക്കാലം വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ശാരീരികവും മാനസികവുമായ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ ഭക്ഷണം മുടക്കാനും അതുപോലെയുള്ള എല്ലാ രൂപത്തിലും നബി തങ്ങൾക്ക് വിലക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഓർഡർ പ്രകാരം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മദീന നിവാസികൾ വളരെ സ്വീകരണം നൽകി. ഹബീബായ തങ്ങൾ വരുമ്പോ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. അവിടുത്തെ അൻസ്വാരികളായ സ്വഹാബ, കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരവേൽക്കുകയാണ്. അവിടുത്തെ സ്വീകരിച്ചനയിക്കുകയാണ് വിശുദ്ധമായ മദീനയിലേക്ക്. ചരിത്രം വിശാലമാണ്, ഞാൻ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുമ്പോ അവിടുത്തെ പ്രത്യേകമായ സാഹചര്യം മനസ്സിലാക്കി, അവിടുത്തെ പ്രത്യേകമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭൂമിയിൽ ആദ്യ ഭവനമാകുന്ന ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം, ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനമാകുന്ന മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരും അനുയായികളും അവരെല്ലാം ഖിബലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബയും അവിടുന്ന് ഖിബലയായി അംഗീകരിച്ചു നിസ്കരിച്ചു പോതിരുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം കഅബത്തുൽ മുശറഫ, മക്ക ഷരീഫിലെ കഅബാലയത്തിലേക്കാണ് മക്കയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലെത്തിയപ്പോൾ പ്രത്യേകമായ നിർദ്ദേശം, അവിടുത്തെ പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിച്ചിരുന്നത്
അവിടുന്ന് ഓർഡർ പ്രകാരം അതാ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. ബൈത്തുൽ മുഖദ്ദസ് നമുക്കറിയാം, ഈ മാസം റജബ് മാസമാണ്. ആ റജബ് മാസത്തിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനമായി സന്തോഷം ലഭിക്കുന്ന മാസമാണ്. ഇസ്റാ മിറാജ് നടന്ന മാസം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സൂറത്ത് ഇസ്രായിന്റെ തുടക്കത്തിലൂടെ നാം പാരായണം ചെയ്യാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനം ലഭിച്ചിരിക്കുന്ന, അല്ലാഹുവുമായി നേരിട്ട് കണ്ട് സംസാരിക്കാൻ, മുലാഖാത്ത് നടത്താനുള്ള ഏറ്റവും വലിയ അവസരം, സന്തോഷം ലഭിച്ചിരിക്കുന്ന മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കായിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാകുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും മുന്തിയ വാഹനമാകുന്ന ബുറാഖിലൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം, ആ മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഓർഡർ വരികയാണ്. 17 മാസവും ചില്ലറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നിസ്കാരം നിർവഹിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട്, മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ആ സമയങ്ങളിലെല്ലാം ഹബീബായ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്, വല്ലാത്ത ഒരു ആശ പലപ്പോഴും ഉദിക്കാറുണ്ട്. കാരണം എന്തേ? ഇത്ര നാൾ തിരിഞ്ഞു നിന്നിരുന്ന, നിസ്കരിച്ചിരുന്ന ഉമ്മുൽ ഖുറയിലുള്ള മസ്ജിദുൽ ഹറാമിലുള്ള ലോകത്തിന്റെ ഏറ്റവും ഒത്ത സെന്ററായി സ്ഥിതി ചെയ്യുന്ന കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണമെന്ന ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അല്ലാഹുവിന്റെ ഓർഡർ വരുമെന്ന പ്രതീക്ഷയോടെ പല പ്രാവശ്യം ആകാശ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണുയർത്തി നോക്കാറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്ന പ്രതീക്ഷയോടുകൂടെ, നിയമം മാറുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുകയാണ്. 17 മാസവും ചില്ലറയും കഴിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുൽ ബിശ്ർ റളിയല്ലാഹു അൻഹാ, അൻസാരികളിൽപ്പെട്ട ഒരു വനിത സുഖമില്ലാതെ അസുഖവുമായി ബാധിച്ചു കിടക്കുമ്പോ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾ രോഗസന്ദർശനത്തിന് പോവുകയാണ്. ളുഹറിന്റെ തൊട്ടു മുമ്പുള്ള സമയത്താണ് രോഗസന്ദർശനം നടത്തുന്നത്. രോഗസന്ദർശന സമയത്ത് ബഹുമാനപ്പെട്ട മഹദി അവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ അതിഥിയെ കിട്ടിയ സന്തോഷം അതാ പ്രകടിപ്പിക്കുകയാണ്. നബി തങ്ങളോട് ആവശ്യപ്പെടുന്നു, അല്ലയോ നബിയേ, പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. ഇവിടെ സദ്യ ഒരുക്കാം, അവിടെ നിന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹറിന്റെ വാങ്ക് മുഴങ്ങിയപ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ കൂടെയുണ്ടായിരുന്ന സ്വഹാബയും അടുത്തുള്ള ചെറിയ ഒരു പള്ളിയിലേക്ക്, ആ കബീലയുള്ള ചെറിയ പള്ളിയിലേക്ക് അവിടുന്ന് പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം 2 റക്അത്ത് നിർവഹിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, വിശുദ്ധമായ അല്ലാഹുവിന്റെ കലാം അവതരിക്കപ്പെടുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഅ് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നാം പാരായണം ചെയ്യാറുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഅ്. നബിയെ, അവിടുന്ന് ആകാശ ലോകത്തേക്ക്
അള്ളാഹുവിന്റെ ഓർഡർ വരുമെന്ന പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ പല പ്രാവശ്യം ആകാശ ലോകത്തേക്ക് കണ്ണു തിരിക്കുന്നത് കാണാറുണ്ട് നബിയെ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അതുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നബിയെ, അവിടുന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന, അവിടുന്ന് തൃപ്തിപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രയോഗം നാം കണ്ടില്ലേ? ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. അല്ലാഹു പറഞ്ഞില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞില്ല, മറിച്ച് അല്ലാഹുവിന്റെ പ്രയോഗമാണ് മനസ്സിലാക്കേണ്ടത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നബിയെ, അവിടുന്ന് ആഗ്രഹിക്കുന്ന, അവിടുന്ന് തൃപ്തിപ്പെടുന്ന കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ ഓർഡർ വരികയാണ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അതുകൊണ്ട് നബിയെ, വിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ കഅബ, ആ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചോളൂ നബിയെ. 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ ശേഷമാണ് ഓർഡർ വരുന്നത്. പിന്നീടുള്ള 2 റക്അത്ത് മസ്ജിദുൽ ഹറാമിലെ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, മദീനയിൽ പോയാൽ ഉംറക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ സിയാറത്ത് ചെയ്യുന്ന, സന്ദർശിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഖിബ്ലതൈൻ. 2 ഖിബ്ലക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു പള്ളി. ആ പള്ളിയിൽ പലപ്പോഴും നാം ഒക്കെ പോയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഖിബ്ലയുടെ മാറ്റം അവിടെ സംഭവിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ ചലനനിശ്ചലനങ്ങളും. മാത്രമല്ല, റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും അത്താണിയാണ്, പരിഹാരമാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും വിഷമഘട്ടങ്ങളിലും ഓടിച്ചെല്ലാനുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധി കേവലം ജീവിതകാലത്തല്ല, ജീവിതകാലത്തുള്ള ഒരുപാട് സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു തആല അൻഹു ഉഹുദിന്റെ രണാങ്കളത്തിൽ ബഹുമാനപ്പെട്ടവരുടെ കണ്ണ് അതാ യുദ്ധത്തിൽ നിലത്ത് വീണ കണ്ണുമെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പരിഹാരം വേണം, കണ്ണ് തിരികെ വെച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ ഉടനെ അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് അതാ പൂർവ്വസ്ഥാനത്തേക്ക് കണ്ണ് വെച്ചുകൊണ്ട് തടവി കൊടുക്കുകയാണ്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് പ്രസ്തുത കണ്ണിലേറെ, തനിക്കുണ്ടായിരുന്ന കണ്ണിലേറെ വലിയ കാഴ്ചയോടുകൂടെ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു ജീവിക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ കയ്യറ്റുപോയവർ നബിതങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഓപ്പറേഷൻ ഇല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറിഞ്ഞ കൈ അവിടെ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് എന്തു പ്രതിസന്ധികൾ വന്നാലും ഓടിച്ചെല്ലാനുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. എന്ത് പ്രതിസന്ധി വന്നാലും മഴ ലഭിച്ചില്ലെങ്കിൽ നബി തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. എന്താവശ്യമാണുള്ളത്? രോഗമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ? എല്ലാറ്റിനും പരിഹാരമായി കാണുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അന്ധനായ സ്വഹാബി വരികയാണ്, കണ്ണു കാണാത്ത സ്വഹാബി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുന്നു, അല്ലയോ നബിയേ, എനിക്ക് കാഴ്ചയില്ല, എന്റെ കാഴ്ചയൊന്ന് തിരിച്ചു കിട്ടണം. നബി തങ്ങളോട് സഹായം തേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്, അത് വലിയ ഗുണമുള്ള കാര്യമാണ്. കാരണം എന്തേ?
നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ നാം ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ അതുപോലെയുള്ള മഹാന്മാരായ സാദാത്തുക്കൾ പണ്ഡിതന്മാര് അവരുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോ നമുക്ക് ക്ഷമിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞ നമുക്കൊരു പക്ഷേ ക്ഷമ അവിടെ വരാറില്ല. നബിതങ്ങൾ അതിന് വലിയൊരു പാഠം നൽകുകയാണ്. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് വലിയ ഗുണമുള്ള കാര്യമാണ്. എന്തു പ്രതിസന്ധികൾ ബലാഉകൾ വന്നാലും അള്ളാഹു തന്നാൽ അതിലെല്ലാം ക്ഷമയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് സമൂഹത്തിന് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എനിക്ക് കണ്ണ് വേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനേതാ ബഹുമാനപ്പെട്ട സ്വഹാബിയോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്കിൽ നീ ദുആ ചെയ്തോ. ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നു. ഏറ്റവും വലിയ ഇസ്തിഗാസ, ഏറ്റവും വലിയ തവസ്സുൽ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നീ പ്രാർത്ഥിച്ചോ, അതിന് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന സ്വഹാബി ഏറ്റെടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥന നടക്കുമ്പോ അതിന്റെ ഫലം അവിടെ ലഭിക്കുകയാണ്. കാഴ്ച ശക്തി തിരിച്ചു ലഭിക്കുകയാണ്. ജീവിതകാലത്ത് ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരിഹാരമായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാണ്. എന്താവശ്യങ്ങളുണ്ടോ അവിടുന്ന് വിട്ടപ്പെടാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വതുഖ്ളാ ബിഹിൽ ഹവായിജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമല്ലല്ലോ, അവിടുത്തെ വഫാത്തിന്റെ ശേഷവും നമുക്കറിയാം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നാം പാരായണം ചെയ്യാറുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത്, അവൻ ഏറ്റവും താല്പര്യപ്പെടേണ്ടത്, അവൻ ആഗ്രഹിക്കേണ്ടത് ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഘട്ടം ഏതാണ്? അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ഘട്ടമാണ്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകാറുണ്ട്. ധാരാളം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി അത് തേടിക്കൊണ്ട് അത് സ്വീകരിക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്, ഒരു വിശ്വാസിയായ മനുഷ്യന് ഏറ്റവും വലിയ ആഗ്രഹമുണ്ടാകേണ്ടത്. അതിലും വലിയൊരു നേട്ടമില്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചാൽ അതിലും വലിയൊരു നേട്ടം ഒരു വിശ്വാസിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് വെച്ച് അവന് ലഭിക്കാനില്ല. ആ വലിയൊരു കാര്യ സാക്ഷാത്കാരത്തിന് വേണ്ടി, കാര്യം സാധിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, അവിടുത്തെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റും പേറിക്കൊണ്ട്, പാപവും പേറിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ സന്നിധിയിൽ എത്തണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കേവലം ജീവിതകാലത്ത് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലായിരുന്നാലും വിശുദ്ധമായ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം ആ കൽപ്പന ഇവിടെ നമ്മയൊക്കെ ബാധിച്ചിരിക്കുകയാണ്, നാമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത്തരത്തിൽ പാപത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന, തെറ്റുകളിലും കുറ്റങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക
നബിയെ തങ്ങൾ അടുക്കലേക്ക് അവർ വരികയാണ്. വിശുദ്ധമായ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ റൗള ഷരീഫിന്റെ ചാര വന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, സ്വലാത്തും സലാമും പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്. അവിടുത്തെ അരികിലേക്ക് എത്തണമെന്ന് അള്ളാഹുവിന്റെ ഓർഡറാണ്. അവിടെ വിശുദ്ധമായ മദീനയിൽ ഹബീബായ തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവിനോട് തൗബ തേടിയാൽ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഇടപെട്ടു കഴിഞ്ഞാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, തൗബ സ്വീകരിക്കുന്നവനായി കാരുണ്യവാനായി അള്ളാഹുവിനെ നീക്കെത്തിക്കാമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് എന്തൊരു ആവശ്യവുമായി ചെന്നാൽ അവിടുന്ന് അട്ടിയൊടുക്കുന്ന ശൈലിയില്ല, അവിടുന്ന് പരിഗണിക്കാത്ത ശൈലി നബിതങ്ങൾക്കില്ല. ഹബീബായ തങ്ങളുടെ ശൈലിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂലായിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബുസൂരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ബുറുദ ഷരീഫിലൂടെ അവിടുന്ന് നമുക്ക് വരച്ചു കാണിക്കുകയാണ്. നാം പാരായണം ചെയ്യാറുണ്ട്. ഹശാഹു അയ്യുഹരിമ റജീമ കാരിമഹു ഔ യർജിഅൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവിടുത്തെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ചാരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പരിഗണിക്കാതെ, അതിനു മറുപടി കൊടുക്കാതെ, ബഹുമാനത്തോടുകൂടെയല്ലാതെ ആദരവോടുകൂടെയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ നിന്ന് മടങ്ങി വരേണ്ട ഒരു ആവശ്യം ഇവിടെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വരച്ചു കാണിക്കുകയാണ് മഹാന്മാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാറ്റിനും പരിഹാരമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയാണ്? ജീവിതകാലത്തു മാത്രമല്ല, അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഒരുപാട് സംഭവങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ ശേഷം ഒരുപാട് സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു തആല അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. ഒരുപാട് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഷാമിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ അകലെയുള്ള ഷാമിലാണ് ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു അൻഹു പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാം വിജയിച്ചു, ഇസ്ലാം അവിടെ വിജയിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അന്നത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിക്കണം. ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്ന ഖലീഫയൊന്ന് അറിയിക്കണ്ടേ? ബഹുമാനപ്പെട്ട ഉഖബ തങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ദീർഘമായ യാത്രയാണ്. അവസാനം 7 ദിവസത്തെ യാത്രയും താണ്ടി വിശുദ്ധമായ മദീനയിലെത്തി. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് വിവരം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോട് വിവരമൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഷാമിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് വലിയ പ്രയാസം തോന്നുകയാണ്. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തിരിച്ചും എനിക്ക് 7 ദിവസത്തെ യാത്ര ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഈ യാത്രയൊന്ന് ചുരുങ്ങിക്കിട്ടണം, എന്റെ വഴിയൊന്ന് ചുരുങ്ങി എനിക്ക് എളുപ്പത്തിൽ എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ റൗള ഷരീഫിന്റെ ചാര വന്നുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം ബോധിപ്പിക്കുകയാണ്. അവിടെ കേസ് ബോധിപ്പിക്കുകയാണ്. എനിക്ക് പ്രയാസമുണ്ട്, 7 ദിവസത്തെ യാത്രയും സഹിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. തിരിച്ചെനിക്ക് ഷാമിലേക്ക് തന്നെ പുറപ്പെടണം. ആ ഷാമിലേക്കുള്ള യാത്ര ഓർക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട്. 7 ദിവസം യാത്ര ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ റൗള ഷരീഫിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉഖബ തങ്ങളങ്ങ് ആവശ്യം പറഞ്ഞപ്പോ നബി തങ്ങൾ ഇടപെടുകയാണ്. ഉഖബ തങ്ങളോട് പുറപ്പെടാൻ ആജ്ഞ കിട്ടുകയാണ്. ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു തആല അൻഹു യാത്ര പുറപ്പെട്ടു. വിശുദ്ധമായ മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 7 ദിവസം ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം ആകുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് തിരിച്ചെത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ അഖ്തഅ റളിയല്ലാഹു തആല അൻഹു വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. മദീനയിലെത്തിയ അബുൽ ഖൈറുൽ അഖ്തഅ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ദിവസം അവിടെ ഇങ്ങനെ കൂടുകയാണ്. മുത്തുനബിയുടെ ചാര ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്തുമെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കരുതി വെച്ചിരുന്ന മുഴുവനും ഭക്ഷണം കഴിഞ്ഞു പോവുകയാണ്. ദിവസങ്ങൾ പട്ടിണി കിടക്കുന്ന അവസ്ഥ വരുന്നു. ഭക്ഷണമെല്ലാം തീർന്നിട്ടുണ്ട്. 3 ദിവസവും പട്ടിണിയാണ്. അങ്ങനെ അതാ അവസാനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ ചാരച്ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ അഖ്തഅ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരതാ ചോദിക്കുന്നു, നബിയേ, അവിടുത്തെ അതിഥിയായി വന്നവനാണ് ഞാൻ, അവിടുത്തെ അതിഥിയാണ് നബിയേ. വിശുദ്ധമായ മദീനയിൽ അവിടുത്തെ ഒരു അതിഥിയായി വന്ന എനിക്ക് ഭക്ഷണമില്ലാതെ വിശക്കുന്നുണ്ട് നബിയേ, ഒരു പരിഹാരം കാണിച്ചു തരണം നബിയേ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ അഖ്തഅ റളിയല്ലാഹു തആല അൻഹു അതാ കുറഞ്ഞ സമയം ഉറങ്ങുകയാണ്. അവിടുത്തെ പരിശുദ്ധമായ മിമ്പറിന്റെ ചാരയെന്ന് കിടന്നുറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ വരികയാണ്. കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട അലിദാര് തങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ അഖ്തഅ തങ്ങൾ അടുക്കൽ വന്നുകൊണ്ട് അലിയാർ തങ്ങൾ തട്ടി ഉണർത്തുകയാണ്. ഉറക്കത്തിൽ കാണുന്ന കാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട്. നബി തങ്ങൾ അടുക്കലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഒരു റൊട്ടിയതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ ഖൈറുൽ അഖ്തഅ തങ്ങളെ കയ്യിലേക്ക് വെക്കുകയാണ്. അവിടുന്ന് ഭക്ഷിച്ചു, അല്പം ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ആ ഭക്ഷണമതാ അവിടുത്തെ കയ്യിൽ ബാക്കിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ച സംഭവമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കർമ്മ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആവശ്യങ്ങൾ അവിടെ നിർവഹിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വഫാത്തിന്റെ ശേഷം റൗള ശരീഫിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഒരു മാർഗമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടാൻ അതിന്റെ നിയ്യത്ത് പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ മാത്രം അതിന് നിയ്യത്തിന്റെ പരിഗണനയില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മഹത്വമുള്ള സ്വലാത്ത്, ആ സ്വലാത്തിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, സ്വലാത്ത് മുൻനിർത്തിക്കൊണ്ട് ഹബീബായ തങ്ങളുടെ പേരമക്കൾ, അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ മജ്ലിസിന് നേതൃത്വം നൽകുമ്പോൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഹബീബായ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതുകൊണ്ടാണ് ബയാറ് സ്വലാത്തിൽ ഒരുപാട് രോഗികൾക്ക് ശിഫാ ലഭിക്കുന്നത്, ഒരുപാട് പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നത്. കാരണം എന്താണ്? ഹബീബായ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് നമുക്ക് ദുആയിൽ പ്രത്യേകം കേൾക്കാവുന്നതല്ലേ, നാം അനുഭവിക്കാറുണ്ട്. അവിടുത്തെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശിഫാ നൽകണം, പരിഹാരം നൽകണം. എന്ത് പ്രതിസന്ധിയാണെങ്കിലും, എന്ത് വിഷമമാണെങ്കിലും, ബുദ്ധിമുട്ടാണെങ്കിലും അതിന് പരിഹാരം നൽകണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഹബീബായ തങ്ങളെ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ പിടിച്ചുകൊണ്ട് കാര്യമേറ്റെടുത്താൽ അവിടുന്ന് തട്ടിക്കളയില്ലെന്ന് ഹബീബായ തങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ക് വെക്കാനും അവിടുത്തെ മഹബ്ബത്ത് വെക്കാനും ഏറ്റവും വലിയ മാതൃക, ഏറ്റവും വലിയ മാർഗമാണ് അവിടുത്തെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക, അവിടുത്തെ അഹ്ലുബൈത്തിനെ പിന്തുടരുക. അവിടുത്തെ അനന്തരക്കാരായ ഉലമാക്കള്, അതാ പർവ്വത സമാനമായ പണ്ഡിതന്മാര്, അവരെയൊക്കെ പിൻപറ്റിക്കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും നാം ജീവിച്ചു കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കണക്ഷൻ ലഭിക്കുകയാണ്. ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിലായി ജീവിക്കലാണ്. ലോകത്തെ ഏറ്റവും വലിയ കർമ്മമായി പരിചയപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കലും അവിടുത്തെ മദ്ഹ് പറയലുമാണ് ഏറ്റവും നല്ല കർമ്മമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ മുൻഗാമികൾ മുഴുവനും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും, അവരുടെ നേതാവ്, ഔലിയാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ മഹത്വം എത്തിച്ചത് എന്തുകൊണ്ടാണ്? അക്കാലഘട്ടത്തിൽ ഒരുപാട് ആബിദീങ്ങളുണ്ട്, പല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. പിൽക്കാലത്ത് ജീവിച്ച വലിയ മഹാനല്ലേ, താബികളുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന അഷ്ഖുർ റസൂലായിരുന്ന ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു താബികളുടെ നേതാവ് പരിചയപ്പെടുത്താനുള്ള കാരണമെന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്, മഹബ്ബത്തായിരുന്നു കാരണം. അതിന്റെ കാലശേഷം താബികളുടെ കാലവും അവിടുത്തെ അതിന്റെ ശേഷമുള്ള ഇമാമിങ്ങളുടെ കാലഘട്ടം എടുത്താലും ഈ കാലഘട്ടം വരെയുള്ള മുൻഗാമികളുടെ ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മുൻഗാമികൾ മുഴുവൻ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്: വഹബ്ബു റസൂലില്ലാഹി അസ്ലു സആദതി. എന്റെ വിജയം പ്രതീക്ഷിക്കുന്നത് ഹബീബായ തങ്ങളെ മഹബ്ബത്തിലൂടെയാണ്. ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മോട് വിട്ടുപിരിഞ്ഞ ബഹുമാനപ്പെട്ട ആശിഖുർ റസൂലായിരുന്ന കുണ്ടൂർ ഉസ്താദ്, അവിടുത്തെ മഖബറയിൽ പോയാൽ നമുക്കറിയാം, അവിടുത്തെ ആണ്ട് നടക്കുമ്പോൾ നമുക്കറിയാം, സമകാലികരായ പണ്ഡിതന്മാരിൽ നിന്നും വലിയ പ്രമുഖരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭൂതി അവിടെ അനുഭവിക്കുകയാണ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുള്ള ഇഷ്കാണ്, മഹബ്ബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാം. നാളെ പാരത്രികമായ ലോകത്തും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കലാണ്. കാലഘട്ടം പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. അധാർമികമായ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾ. ഈ അടുത്ത് മദീനയിൽ വിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ ഇമാം അവറുകൾ ഇങ്ങനെ ഖുതുബയിലൂടെ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന അരാജകത്വങ്ങളെ സംബന്ധിച്ച്, അധാർമിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അശ്ലീല പ്രവണതകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് യുവാക്കളിൽ വളർന്നു വരുന്ന മോശമായ വൃത്തികേടുകളെ സംബന്ധിച്ച് ആ ഖതീബ് ഇമാം അവറുകൾ ഇങ്ങനെ ഖുതുബയിലൂടെ ചോദിച്ചുകൊണ്ട് അവസാനം ചോദിക്കുകയാണ്, ഈ മുഴുവൻ പ്രതിസന്ധികൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം എന്താണെന്ന് ആ ഇമാം അവിടുന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് ചോദിച്ച് അവസാനം അദ്ദേഹം തന്നെ മറുപടി പറയുകയാണ്, അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ. വളർന്നു വരുന്ന നമ്മുടെ സന്താനങ്ങൾ, യുവ സുഹൃത്തുക്കൾ, അവരെല്ലാം ഹബീബായ തങ്ങളെ മഹബ്ബത്ത് പഠിപ്പിക്കണം. ഈ മജ്ലിസിന്റെ ലക്ഷ്യം സ്വലാത്ത് മജ്ലിസിലൂടെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹിബ്ബീങ്ങളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന യുവ സുഹൃത്തുക്കളെ വളർത്തിയെടുക്കണം. ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സന്മാർഗമാണ്. ആ സന്മാർഗം ലഭിക്കാനുള്ള കാരണം സ്വലാത്തിന്റെ മജ്ലിസുകളാണ്, സ്വലാത്തുകൾ ഒരുവിടലാണ്. അങ്ങ് ബായാറിൽ ഒരുപാട് ആളുകൾ, നൂറുകണക്കായ മദ്യപിച്ചിരുന്ന യുവാക്കൾ മദ്യപാനം നിർത്തിവെച്ചത് മഹാനായ സയ്യിദ് അവറുകൾ നമ്മുമായി പങ്കുവെച്ചിട്ടുണ്ട്. ഒരുപാട് വൃത്തികെട്ട കൂട്ടുകെട്ടുകളും ഒരുപാട്
മോശമായ പ്രവർത്തനങ്ങളും ചെയ്തിരുന്ന പല സുഹൃത്തുക്കളും യുവാക്കളും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മുമ്പിൽ വന്നുകൊണ്ട് സ്വലാത്തുകളിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ടവരുമായി ബന്ധം സ്ഥാപിച്ച് നല്ല ശുദ്ധമായ ജീവിതം നയിക്കുന്ന യുവാക്കൾ വളർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള നല്ല ലക്ഷ്യമാണ് നമുക്കും ഇതുകൊണ്ടുള്ളത്. ഒരുപാട് യുവാക്കൾക്കും അതുപോലെ നമുക്കൊക്കെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം സ്ഥാപിക്കണം. എന്റെ ഉമ്മമാര്, സഹോദരിമാര്, അവരോടെല്ലാം പറയാനുള്ളതും ആവശ്യപ്പെടാനുള്ളതും ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കാനുള്ള ഏറ്റവും നല്ല അവസരം സ്വലാത്തിന്റെ മജ്ലിസുകളും സ്വലാത്തുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ചാൽ നമ്മുടെ ഖൽബ് സംസ്കരിക്കപ്പെടുകയാണ്. ഹബീബായ തങ്ങളുടെ നിയോഗത്തെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക് വലിയ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്, വലിയ അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേക സൃഷ്ടിയായി പരിഗണിച്ചുകൊണ്ട് വലിയൊരു സമ്മാനം നൽകിയിരിക്കുകയാണ്. ആ സമ്മാനത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആന്റെ സന്ദേശമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന അവിടുത്തെ ജീവിതത്തെ പഠിക്കാൻ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നത് അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം മനസ്സിലാക്കിയാൽ അവിടുത്തെ വ്യക്തി ജീവിതവും അവിടുത്തെ സാമൂഹിക ജീവിതവും അവിടുത്തെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും ഇടപാടുകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. ഹബീബായ തങ്ങളുടെ സ്വഭാവം വിശുദ്ധമായ ഖുർആനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ തങ്ങൾ പറഞ്ഞു കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണ്? അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദഅവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീൻ. എന്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും, എന്താക്ഷേപങ്ങൾ പറഞ്ഞാലും, എന്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ശത്രുക്കളോട് പോലും വളരെ വിനയത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ നബി തങ്ങളുടെ സ്വഭാവം അതായിരുന്നു. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ലോകത്തൂടെ ഭൂമിയിലൂടെ വളരെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ ജീവിച്ചുകൊണ്ട് കാണിച്ചു തരികയാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മഹബ്ബത്ത് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മുദ്ദാഹി ത്വഹ ലഹിഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ അവിടുത്തെ മദ്ഹ് പറയലിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്, ഈ മജ്ലിസിൽ ഒരുപാട് മദ്ഹുകൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് തന്നെയല്ലേ ക്യാൻസർ രോഗം ശിഫയായിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്, കിഡ്നി രോഗം ശിഫയായിട്ടുണ്ട്, അതുപോലെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹാരമായിട്ടുണ്ട് എന്ന് ഇവിടെ വന്നുകൊണ്ട് അനുഭവങ്ങൾ പറയുമ്പോൾ അത് പറയുന്നവരെ മഹത്വം പറയലല്ലോ, ഹബീബായ തങ്ങളെ മഹത്വം പറയലാണ്. അതിലൂടെ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കുകയാണ്. ആ മഹബ്ബത്തിലൂടെ മദ്ഹിലൂടെ ഹബീബായ തങ്ങളിലേക്ക് ചേരാനുള്ള അവസരമാണ്. മുദ്ദാഹി ത്വഹ ലഹിഖാ. അവിടുത്തെ മദ്ഹ് പറഞ്ഞാൽ നബി തങ്ങളോട് ചേരാം, ജീവിതകാലത്തു ചേരാൻ കഴിയും, വഫാത്തിന്റെ ശേഷവും ചേരാൻ കഴിയുകയാണ്. അവിടുത്തെ മഹബ്ബത്ത് വെച്ച മദ്ഹ് പറഞ്ഞ ഒരുപാട് മുൻഗാമികൾ അവരുടെ യഖ്ദത്തിലും മനാമിലും ഉറക്കിലും ഉണർവിലുമായി ഹബീബായ തങ്ങളെ സ്വീകരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരാൻ പോവുകയാണ്. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം ചേരാൻ പോവുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് മഹാന്മാര്
അത്തരത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരാനുള്ള സംഭവങ്ങൾ ബഹുമാനപ്പെട്ട റബീഉ ബിൻ ഖറാശ് റളിയല്ലാഹു തആല അൻഹു സംഭവം നമുക്കറിയാം. ബഹുമാനപ്പെട്ട റബീഉ ബിൻ ഖറാശ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ ഒരുപാട് മദ്ഹ് പറഞ്ഞ മഹാനാണ്, ഒരുപാട് മഹബ്ബത്ത് വെച്ച മഹാനാണ്, ധാരാളം ദർസ് നടത്തിയ വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട റബീഉ ബിൻ ഖറാശ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതാ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല, ജീവിതകാലത്ത് ചിരിക്കാനുള്ള അവസരമില്ല. കാരണം മുഴുസമയവും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഹദീസിന്റെയും അതുപോലെ വിജ്ഞാനത്തിന്റെയും ഖിദ്മത്തിലായി സേവനത്തിലായി ജീവിതം ചെലവഴിച്ച ബഹുമാനപ്പെട്ട റബീഉ ബിൻ ഖറാശ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോവുകയാണ്. വഫാത്തായി കിടക്കുമ്പോ പൂർണ്ണമായി വളരെ വലിയ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ബഹുമാനപ്പെട്ട റബീഉ ബിൻ ഖറാശ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കിടക്കുമ്പോ അവിടുത്തെ ശിഷ്യന്മാർക്ക് അനുയായികൾക്ക് കുളിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ റബീഉ ബിൻ ഖറാശ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ അവിടുത്തെ അനുയായികൾക്ക് സാധിക്കുന്നില്ല. കാരണം ഈ ചിരിച്ചു കിടക്കുന്ന മഹാനവറുകൾ എങ്ങനെയാണ് ഖബറിലേക്ക് കൊണ്ടുപോവുക? അത്ഭുതപ്പെടുകയാണ്, ജീവിതകാലത്ത് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് ഒരു പ്രാവശ്യം പോലും ബഹുമാനപ്പെട്ട റബീഉ ബിൻ ഖറാശ് തങ്ങൾ ചിരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ ചിരിച്ചു കിടക്കുന്ന ജനാസ കാണുമ്പോൾ അനുയായികൾക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഉടനെ അതാ ആകാശത്തു നിന്ന് അശരീരി കേൾക്കുകയാണ്, ഖദ്ദിമൂനി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യന്തസിറുനി ഫിൽ ഖബർ. എന്നെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകണം. എന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരാനുള്ള വെമ്പൽ കൊള്ളുകയാണ്. അത്തരത്തിലുള്ള മഹബ്ബത്താണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ നമുക്കൊക്കെ സുപരിചിതനായ, പ്രത്യേകിച്ച് കേരളക്കാർക്ക് വലിയ പരിചയമുള്ള വലിയ ആശിഖായിരുന്ന ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിലെ വലിയ പണ്ഡിതനാണ്. അതിലുപരിയായി വലിയ ഇഷ്കിന്റെ ലോകം പണിത, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇഷ്കിന്റെ ലോകം പണിത മഹാനായ സയ്യിദ് അബ്ബാസ് മാലിക്കി മഹാനവറുകൾ വഫാത്തിന്റെ തൊട്ടു സമയം മുമ്പ് അവിടുത്തെ പണ്ഡിതനായ മകനോട് പറയുകയാണ്, അല്പസമയത്തിനുള്ളിൽ ഞാൻ മരണപ്പെടുകയാണ്. അന സാഹിബുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞാൻ യാത്ര പുറപ്പെടുകയാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് മാലിക്കി. അത്തരത്തിലുള്ള ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ അത്രയും വലിയ പവർ, മഹത്വം ലഭിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അതിന്റെ നിദാനമാകുന്ന സ്വലാത്തുകൾ ജീവിതത്തിൽ അങ്ങ് അധികരിപ്പിച്ചതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ില്ലാത്ത വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പാലക്കാട് ജില്ലയിലാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തന മണ്ഡലം. ഇപ്പോൾ UAE-യിൽ ദീർഘകാലം അവിടുത്തെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി ദീർഘകാലം അൽ ഐനിൽ സേവനം ചെയ്യുകയും അറബി പണ്ഡിതന്മാർക്ക് മതകീയ വിഷയങ്ങൾ, വളരെ ഗഹനമായ വിഷയങ്ങൾ, പ്രധാനപ്പെട്ട കിതാബുകൾ അറബി പണ്ഡിതന്മാർക്ക് അവിടെയുള്ള കോർട്ടിലും മറ്റുമൊക്കെയുള്ള ഖാദിമാർ, അതുപോലെ തന്നെ വലിയ ഔഖാഫിന്റെ പ്രമുഖരായ പണ്ഡിതർ, അവർക്കൊക്കെ കിതാബ് ദർസ് നടത്തുകയും ചെയ്തിരുന്ന വലിയ പണ്ഡിതനാണ് ആദരണീയരായ ശൈഖുന അലി ഉസ്താദ് അവർകൾ. ഇപ്പോൾ പാലക്കാട് ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിയായി മഹാനവറുകൾ സേവനം ചെയ്യുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ കേന്ദ്ര മുശാവറ മെമ്പറും കേന്ദ്ര
സമസ്ത ഫത്വ ബോർഡ് മെമ്പറുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലി ഉസ്താദ് അവറുകൾ. പണ്ഡിതന്മാർക്കും അതുപോലെ വിവരമുള്ളവർക്കും ക്ലാസ് എടുക്കലും അവർക്ക് കിതാബ് ദർസ് നടത്തുകയും ചെയ്യുന്ന വലിയ സേവനമാണ് ഉസ്താദ് അവറുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളീയരായ മുസ്ലിമീങ്ങൾ ഇത്തരം ഉലമാക്കളാൽ ധന്യമാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹത്തായ ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ധന്യരായിട്ടുണ്ട്. അവരുടെ ആ കനപ്പെട്ട നസീഹത്ത് നമുക്ക് വേണ്ടി ഉസ്താദ് അവറുകൾ നടത്തിത്തരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ തലയെടുപ്പുള്ള മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലി ഉസ്താദ് അവറുകൾ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് പ്രദാനം ചെയ്യട്ടെ. അവരുടെയും നമ്മുടെയും കുടുംബങ്ങളുടെയും എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. ദീനിന്റെ ഖിദ്മത്തിലായി ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നതിൽ അള്ളാഹു അവർക്ക് ഹിമ്മത്തും ആഫിയത്തും ദീർഘ ആയുസ്സും പ്രദാനം ചെയ്യട്ടെ. കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ നിന്ന് മതവിജ്ഞാനം നുകർന്ന് വലിയ വലിയ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഫിഖ്ഹിലും അഖീദയിലും പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റ് ഫന്നുകളിലുമൊക്കെ വലിയ അവഗാഹം നേടിയ മഹാപണ്ഡിതനാണ്. ഉസ്താദ് അവറുകളെ ഇരുത്തിക്കൊണ്ട് ഞാനത് പറയുന്നത് ഭൂഷണമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ നസീഹത്തിലും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമുക്കാവശ്യമായ നസീഹത്ത് ചെയ്തു തരുന്നതിന് വേണ്ടി ഷെയ്ഖുന അലി ഉസ്താദ് അവറുകളോട് ആദരവോടെ അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കൾ, സ്നേഹമുള്ള പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ സഹപ്രവർത്തകർ, സഹോദരന്മാർ, സഹോദരികളെ, നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്വാഗതത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സദസ്സിൽ എത്തപ്പെട്ടത്. സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുത്ത് ഹബീബിന്റെ ഏറ്റവും അടുത്ത ആളായി മാറാൻ ഇത് ഏതുഹായി കിട്ടണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ്. സ്വലാത്തിന്റെ മജ്‌ലിസ് ഹബീബിനെ നമുക്ക് വശത്താക്കാൻ ഏറ്റവും മതിയായതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്നേഹിതന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും സന്തോഷിച്ച മാസമാണ് റജബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര സന്തോഷിച്ച മറ്റൊരു മാസം ഇല്ല. കാരണം റസൂലിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖുർആൻ വിശേഷിപ്പിച്ചത് ഇന്നാ അർസൽനാക ഷാഹിദ
ഇന്ന തീർച്ചയായിട്ടും നാം അർസൽനാക്ക തങ്ങളെ എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയാക്കിയത് ഷാഹിദ അദൃശ്യമായ മുഴുവൻ കാര്യത്തിനും തങ്ങള് സാക്ഷി ആകണം. ഈ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് തങ്ങളെ എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ ഞാൻ മധ്യവർത്തിയാക്കിയത്. അള്ളാഹ് പറയുന്നത് ഇന്നാ തീർച്ചയായിട്ടും നാം അർസൽനാക്ക തങ്ങളെ എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയാക്കിയത് ഷാഹിദ അദൃശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ തങ്ങള് സാക്ഷിയാകണം. നാം അള്ളാനെ കണ്ടുക്കണോ? ഇല്ല. ഈ ലോകത്ത് ആരെങ്കിലും ഹബീബല്ലാതെ റസൂൽ അള്ളാഹുവിനെ നഗ്നമായ കണ്ണുകൊണ്ട് കണ്ടുക്കണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. അള്ളാഹുവിനെ ഒരു നോക്ക് നഗ്നമായ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് കാണാൻ ഭാഗ്യം ലഭിച്ച ആള് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗം, ആ സ്വർഗത്തിലെ അനുഭൂതികള് കണ്ടാസ്വദിച്ച ഒരു കണ്ണുകൊണ്ട് ആസ്വദിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. നരകവും ആ നരകത്തിലെ വ്യത്യസ്തമായ ശിക്ഷകളും കണ്ടനുഭവിച്ച വ്യക്തി അതും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. ഈ നിലക്ക് നാം എന്തെല്ലാം അദൃശ്യ വസ്തുക്കളിൽ വിശ്വസിക്കുന്നുണ്ടോ അത് മുഴുവനും നഗ്നമായ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം ഈ ലോകത്ത് സിദ്ധിച്ച വരെ വ്യക്തി ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറയുന്നത് എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ തങ്ങളെ മധ്യവർത്തിയാക്കിയത്. ആ സൃഷ്ടികൾക്ക് അദൃശ്യമാകുന്ന കാര്യങ്ങൾക്ക് മുഴുവനും തങ്ങൾ സാക്ഷിയാകണം. അതിനു വേണ്ടിയാ. സാക്ഷിയാകണമെങ്കിൽ ആ സാക്ഷ്യപ്പെടുത്തുന്ന വിഷയങ്ങളെ മുഴുവനും കണ്ട ആളാകണം. കാണാത്തൊരു വിഷയത്തിൽ നമുക്ക് സാക്ഷി നിൽക്കാൻ പറ്റുമോ? ഇല്ല. കണ്ട വിഷയത്തിന് സാക്ഷി നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് ഇസ്രാ മിഅ്റാജിന്റെ ദിവസത്തിൽ എല്ലാ അദൃശ്യമായ വിഷയങ്ങളും കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. കണ്ണിൽ അല്ലാഹു അത് കാണിച്ചു കൊടുത്തപ്പോൾ തങ്ങളുടെ ഹൃദയം ഒരിക്കലും അത് ആ കണ്ടത് ഞാൻ വിചാരിച്ചതല്ലെന്ന് പറയാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് മാ കദബൽ ഫുആദു മാ റഅ. മുമ്പേ ഫുആദ് മനസ്സിലാക്കി വെച്ചതിനോട് കണ്ണിൽ കണ്ടത് ഒത്തുവന്നപ്പോൾ ആ ഫുആദിന് ആ കണ്ടതിനെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്തെല്ലാം അദൃശ്യ വസ്തുക്കളുണ്ടോ അത് മുഴുവനും അന്ന് കണ്ടു. അതിനെ സംബന്ധിച്ച് ധാരണ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ആ ധാരണയും ഇപ്പൊ ഈ കണ്ടതും ഒന്നായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സംബന്ധിച്ച് അല്ലാഹു പറയാ മാ കദബൽ ഫുആദു മാ റഅ. കണ്ണിൽപ്പെട്ടത് ആ ഫുആദ് കൊണ്ട് മനസ്സിലാക്കി വെച്ചത് തന്നെ ആയതുകൊണ്ട് ആ ഫുആദിനത് കളവായി തള്ളാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ള മുഅ്മിനേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറികടക്കുന്ന ഒരു സൃഷ്ടികളുടെ കൂട്ടത്തിൽ വേറെ ഉണ്ടോ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ഇല്ല എന്നതല്ലേ സത്യം.
അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹ് വ മലായികതഹു അല്ലാഹുവിന്റെ മലക്കുകൾ യുസല്ലൂന അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ് സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്താൻ ആ നബിയെ സംബന്ധിച്ച് എന്തെല്ലാം പറയണം അതൊക്കെ അല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നബിയാണ് സൃഷ്ടിയിൽ ഉന്നതം എന്ന് സൃഷ്ടികൾക്ക് മനസ്സിലാകാൻ ആ നബിക്ക് എന്തൊക്കെയാണോ റസൂലുള്ളാഹി അല്ലാഹു ചെയ്തു കൊടുക്കേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ആ നബിയാണ് സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ എന്തൊക്കെയാണോ ആ നബിയെ പറ്റി പറയിപ്പിക്കേണ്ടത് അതൊക്കെ അല്ലാഹു പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്യിപ്പിക്കണം അതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ആ നബിയിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ അല്ലാഹു പറയുന്നു. നോക്കിങ്ങള് തീർച്ചയായിട്ടും അല്ലാഹുവാണ് പറയുന്നത്. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹ് വ മലായികതഹു അല്ലാഹുവിന്റെ മലായികത്ത് യുസല്ലൂന അലൻ നബിയ്യ സൃഷ്ടിയിൽ ഉന്നതൻ നബിയാണെന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ എന്തൊക്കെ ആ റസൂലിനെ സംബന്ധിച്ച് പറയണം, പ്രചരിപ്പിക്കണം അതൊക്കെ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ആ നബിയിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ സ്വല്ലു, എന്താ നിങ്ങൾക്ക് ആ നബിക്ക് നബിയാണ് ഉന്നതൻ എന്ന് ഈ ലോകത്ത് സ്ഥാപിക്കാൻ നിങ്ങളാൽ എന്തൊക്കെയാണോ പറയാൻ കഴിയുക അതൊക്കെ നിങ്ങൾ പറയണം. എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക അതൊക്കെ നിങ്ങൾ ചെയ്യണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിനേക്കാണ് വലിയൊരു തെളിവ് ഇനി മൗലൂദിനും സലാത്തിനും നമുക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. അല്ലാഹുവാണ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ആ നബിയിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ സ്വല്ലു, ആ നബിയാണ് സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് ഈ സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ എന്തൊക്കെ നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയ അതൊക്കെ പറയും. അതല്ലേ മൗലൂദ്. എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യും. അതാണല്ലോ മൗലൂദിനോട് അനുബന്ധമായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇത് അല്ലാഹു നേരെ നമ്മളോട് ഖുർആനിൽ കൂടെ വളരെ വ്യക്തമായ രൂപത്തിൽ ഒരു ശങ്കക്കും ഇടമില്ലാത്ത നിലക്ക് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ മൗലൂദിന് തെളിവ് ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എങ്ങനെ ഇവിടെ ജീവിക്കുന്നു അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. പേരിൽ അവരും മുസ്ലിമാണ്, പക്ഷേ എന്തെങ്കിലും ഒരു അംഗത്വം അവർക്ക് ഇസ്ലാമിലുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം. എന്തുകൊണ്ട്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്നൊരു യഹൂദിയോട് ചോദിച്ചാൽ ആ യഹൂദി പറയും അല്ലാഹുവാണെന്ന്. പക്ഷെ ഏതല്ല? ഉസൈർ എന്നറിയുന്ന ഒരു മകനുള്ള അല്ലാഹ്. അതാണോ യഥാർത്ഥത്തിൽ അല്ലാഹ്? അല്ല. ഒരു നസറാനിയെ വിളിച്ച് ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് പറയും. ഏതല്ലാഹ്? ഈസാൻ അറിയുന്ന ഒരു മകനുള്ള അല്ലാഹ്. അതാണോ യഥാർത്ഥ അല്ലാഹ്? അല്ല. മക്കാ മുശ്രിക്കുകളോട് ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് പറയും. ഏതല്ലാഹ്? മലായികത്ത് എന്ന് പറയുന്ന പെൺകുട്ടികളുള്ള അല്ലാഹ്. എന്താണ് ഈ യഹൂദ് നസാറ മക്കാ മുശ്രിക്കീങ്ങൾക്ക് യഥാർത്ഥ അല്ലാഹുവിൽ എത്തപ്പെടാൻ കഴിയാതെ വന്നത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അവർക്ക് അതിൽ എത്തപ്പെടാൻ കഴിയാതെ വന്നത് അവർക്ക് അല്ലാഹുവിനെ കണ്ട ആളിൽ കൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല.
അള്ളാനെ കണ്ട ആളിൽ കൂടെ അള്ളാനെ മനസ്സിലാക്കാൻ അവർക്ക് ഭാഗ്യം ലഭിക്കില്ല. അതാണ് അവർക്ക് യഥാർത്ഥ അള്ളയിൽ എത്തപ്പെടാൻ കഴിയാതെ പറഞ്ഞത്. ഒരു വഹാബിനെ അല്ലെങ്കിൽ ഒരു മൗദൂദിനെ വിളിച്ചു നിങ്ങൾ ചോദിച്ചു നോക്കി, ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്ന്? ഓ പറയും അള്ളയാണെന്ന്. ഏതല്ല? നമ്മളെ പോലെ കയ്യും കാലും കണ്ണും മൂക്കും ഉള്ള ആകാശത്തിന്റെ മോളിലേക്കും കീപ്പിട്ടും ഇങ്ങനെ കയറും എറുമ്പും ഒക്കെ ചെയ്യുന്ന ഒരല്ല. ഇതാണോ നമ്മെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച അല്ല? അതാണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ട് വഹാബിക്ക് യഥാർത്ഥ അള്ളയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല? യഥാർത്ഥ ഒരു മൗദൂദിക്ക് എന്തുകൊണ്ട് യഥാർത്ഥ അള്ളയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ 100 തെറ്റെങ്കിലും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു മുഹമ്മദ്, അതിൽ മാത്രമാണ് അവർക്ക് എത്തപ്പെടാൻ കഴിഞ്ഞത്. അള്ള വിശേഷിപ്പിച്ച ഏത് വിശേഷിപ്പിച്ച ഇന്നാ അർസൽനാക ഷാഹിദ, ഞാൻ എന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ തങ്ങളെ മധ്യവർത്തിയാക്കിയത് ഷാഹിദ. അദൃശ്യമായ മുഴുവൻ കാര്യങ്ങളും കണ്ട് അത് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത് തങ്ങള് അവരെ ശരിയായ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ആക്കി മാറ്റിയെടുക്കണം. അതിനുള്ള ആളാക്കി തങ്ങളെ ഞാൻ നിശ്ചയിച്ചു എന്ന് അല്ലാഹു പറയുന്നു. ഇവര് പറയുന്നു ഒരു ദിവസത്തിൽ 100 തെറ്റെങ്കിലും കുറഞ്ഞത് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മുഹമ്മദ് എന്നതിൽ കവിഞ്ഞ് ഒരു മൗദൂദിക്ക്, ഒരു ജമാഅത്ത്, ഒരു വഹാബിക്ക്, ഒരു തബ്ലീഗുകാരന് അതിൽ എത്തപ്പെടാൻ കഴിഞ്ഞില്ല. ആ റസൂലിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അല്ലാഹയിലേക്ക് എത്തപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ നിലവാരത്തിലാണ് അവരുടെ ഗതിയെങ്കിൽ ഒരു മുബ്തദി എന്ന് പറഞ്ഞു കാണ്ടിയത് അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇന്ന് ആയിപ്പോയിട്ടുണ്ട്. ഇത് തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹ്, വ മലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകൾ, യുസല്ലൂന അലൻ നബിയ്യ്, നബിയാണ് സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ ആ നബിനെ എങ്ങനെയെല്ലാം പരിചയപ്പെടുത്തണം, എങ്ങനെയെല്ലാം ആ നബിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സല്ലു, നിങ്ങളാൽ കഴിയുന്ന മധുഹക്കാർ റസൂലിനെ പറ്റി നിങ്ങൾ മദ്ഹ് ചെയ്യണം. ആ റസൂലാണ് ഈ സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് ഈ ലോകത്തിന് ബോധ്യപ്പെടാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾ ചെയ്യണം. പ്രിയമുള്ള മോമിനെ, ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ബേജാറായി. അള്ളയും അള്ളാഹുവിന്റെ മലായികത്തും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അള്ള നിന്നോട് എടുക്കാൻ പറയുമ്പോൾ അത് സാധ്യപ്പെടുന്ന കാര്യമാണെന്ന് തോന്നിപ്പോകുന്നില്ല എന്ന് സഹാബത്തിന് തോന്നിപ്പോയി. ഉടനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, നബിയേ, അള്ള ഞങ്ങളോട് സലാത്താക്കാൻ പറയുന്നുണ്ട്, അതിന്റെ രൂപം തങ്ങളൊന്ന് പഠിപ്പിച്ചാൽ തന്നാ തിരക്കടില്ല. അപ്പോഴാണ് സലാത്ത് ഇബ്രാഹിമിയ്യ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് ആ സലാത്തി പറയുന്നത്? അല്ലാഹുമ്മ, ഞങ്ങളെ പടച്ചുണ്ടാക്കിയ റബ്ബേ, സ്വല്ലി, എനിക്ക് വേണ്ടി ഒരു സലാത്ത് അന്റെ വകയാലാക്കുക.
കാരണം ഇന്നെക്കൊണ്ട് ആ കർമ്മം ഇത് ചെയ്യുന്ന കർമ്മം ഇന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് സ്വല്ലി എനിക്ക് വലിയൊരു സ്വലാത്ത് ഇല്ലാണ്ടാക്കിക്കളാണ്. ഇങ്ങനെ പറഞ്ഞിരുന്ന് ആരാധന പഠിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാം നമ്മളോട് സലാത്ത് എല്ലാം പറഞ്ഞിട്ട് നമ്മൾ സലാത്ത് റസൂലുള്ളാഹിക്ക് ആക്കുകയല്ല, എനിക്ക് വേണ്ടിയിട്ട് ഒരു സലാത്ത് ഇല്ലാണ്ട് ആക്കിക്കളാന്ന് ആരോട് ഏൽപ്പിച്ച? അള്ളാഹുവിനോട് ഏൽപ്പിച്ചാനാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിയുന്ന ഒരു വിഷയം പറയുന്നുണ്ട്. സല്ലു അലൈഹി, ആ തങ്ങളാണ് ഉന്നതൻ എന്ന് എത്തി തീർക്കാൻ നിങ്ങളെ കൊണ്ട് ആവുന്നതൊക്കെ പറയും, ആവുന്നതൊക്കെ ചെയ്യും. അതിന്റെ കഥ ഇങ്ങനെയാണെന്ന് വന്ന പിന്നെ അല്ലാഹു തആല നമ്മളോട് പറയാ വസല്ലിമു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പണിയുമുണ്ട്. അതെന്താ? നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ആർക്ക്? അല്ലാഹുവിന് ഏൽപ്പിച്ചു കൊടുക്കും. വസല്ലിമു, നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കും? അല്ലാഹുക്ക്. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? തസ്ലീമ, ഒന്നും ബാക്കി വെക്കാത്ത, ഒരു ജവലേശവും നിങ്ങളുടെ പക്ഷത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കാതെ ഫുള്ളായി നിങ്ങളെ ഹബീബായ റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ്. നാം എല്ലാം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തുടങ്ങി വെച്ചത് പൂർത്തിയാക്കി. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിക്കാരം അല്ലാഹു സ്വീകരിക്കൂല. അവിടുത്തെ അഹ്ലു ബൈത്താവുന്ന ഇവരെ പറഞ്ഞിട്ടില്ലെങ്കിലോ രണ്ട് സുജൂദ് ചെയ്തെങ്ങാണ്ട പോരായ്മ പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തങ്ങന്മാരുടെ മഹത്വം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിന്റെ മേലിൽ, കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലൽ അബ്ആഉ സുന്നത്തുകളിൽ പെട്ടതാ. അത് നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അത് രണ്ട് സുജൂദ് ചെയ്ത് പരിഹരിക്കാനാണ് ശറഅ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തുക്കള് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ മഹത്തുക്കളുള്ള സദസ്സുകളിലേക്ക് നാം ഓടിയെത്തുന്നത്. എന്തിനു വേണ്ടി? അവരിൽ കൂടെയല്ലാതെ നമുക്ക് അല്ലാഹിൽ എത്തപ്പെടാൻ, അല്ലാഹുവിന്റെ ഹബീബിൽ എത്തപ്പെടാൻ ഒരു മാർഗവും വേറെ ഇല്ല. അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് ഇവിടെ എത്തപ്പെട്ടത് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സ്വലാത്ത് നടക്കും എന്ന് കേട്ടപ്പോ ആ ഒരു ബർക്കത്ത് കിട്ടണം എന്ന നിലക്കും തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന നിലക്കും ആണ്. അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി മാറ്റട്ടെ. അപ്പൊ ഏതായാലും യാ അയ്യുഹല്ലദീന ആമനു, ആ റസൂലുള്ളാഹിയിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ സ്വല്ലു, ആ നബിയാണ് ഈ ലോകത്ത് ഉന്നതൻ എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും അതൊക്കെ നിങ്ങൾ പറയും, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾ ചെയ്യും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ മലായിക്കത്തും ചെയ്യുന്ന ഏർപ്പാട് ഞങ്ങളോട് പറഞ്ഞല്ല, ഞങ്ങൾക്ക് കഴിയാത്തതാണല്ലോ, അതുകൊണ്ട് അതിന്റെ രൂപം നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന്
ബഹുമാനപ്പെട്ട സഹാബത്ത് പറഞ്ഞപ്പോ ആ കാര്യം നിങ്ങളെ കൊണ്ട് കഴിയൂലെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിച്ചളി. അള്ളാഹുവേ സല്ലി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സലാത്ത് അന്റെ വകയുണ്ടാക്കുക. ഇതല്ലേ നമ്മൾ ചെയ്യണത്. ഇനി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വിഷയം ഉണ്ട്. അതെന്താ? വസല്ലിമൂ തസ്ലീമ. ഫുള്ളായി നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ആരിനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? തസ്ലീമ, ഒന്നും ബാക്കി വെക്കാത്ത ഏൽപ്പന നിങ്ങൾ റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങളെ ഒരു പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം നാം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തി ഹീലത്തി അദ്രിക്നി എന്ന ഈ സ്വലാത്ത് മഹത്തുക്കൾ നമ്മൾക്ക് ചെല്ലാൻ പഠിപ്പിച്ചു തന്നത്. ആ സ്വലാത്തിൽ കൂടെ നാം പറയുന്നത് എന്താ? ഈ ആയത്തിൽ എന്തേ പറഞ്ഞു അതന്നെ നമ്മൾ ആ സ്വലാത്തിൽ കൂടെ പറയുന്നത്. അല്ലാഹുവേ സല്ലി, നീ ഒരു സലാത്ത് ഹബീബിന്റെ മേല് ആക്ക്. അല്ലാഹുമ്മ സല്ലി, അല്ലാഹുവേ നീ സലാത്താക്ക് അലാ സയ്യിദി, എന്റെ യജമാനനായ റസൂലുള്ളാഹിക്ക് ഒരു സലാത്ത് നീ ആക്ക്. എന്നിട്ട് നമ്മൾ പറയാ യാ റസൂലല്ലാഹ്, അള്ളയുമായി സൃഷ്ടികളെ ബന്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചവരെ ഖുദ്ബിയദി, ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിന്റെ നായകത്വം തങ്ങൾ ഏറ്റെടുക്കും. എന്റെ കയ്യ് തങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള ജീവിതത്തിന്റെ നായകത്വം തങ്ങൾ ഏറ്റെടുക്കും. സ്വാഭാവികമായിട്ടും അവിടെ ചോദ്യം വരും, എന്തിന്? നാം പറയാണ് കല്ലത്തി ഹീലത്തി, അല്ലാഹുവേ നിന്റെയും നിന്റെ ഹബീബിന്റെയും ആളായി മാറാൻ എന്റെ കയ്യിലൊന്നും ഇല്ല. കല്ലത്തി ഹീലത്തി, നിന്റെ ആളാകാനും നിന്റെ ഹബീബിന്റെ ആളാകാനും എന്റെ കയ്യിൽ ഒന്നും ഇല്ല. എന്തേ മാർഗമുള്ളൂ രക്ഷക്ക്? എന്റെ ജീവിതത്തിന്റെ നായകത്വം തങ്ങൾ ഏറ്റെടുക്കുക, എന്നിട്ട് എന്നെ തങ്ങൾ നിയന്ത്രിക്കുക. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഷെയ്ഖില്ലാത്ത കാലത്ത് ഷെയ്ഖിന്റെ പിന്നാലെ നിങ്ങൾ നടക്കാൻ പോണ്ട എന്ന് നമ്മൾ പറയണത്. ഈ കാലഘട്ടം മുറബിയായ ഒരു ഷെയ്ഖിൽ എത്തപ്പെടാൻ മതിയാകുന്ന കാലഘട്ടം അല്ല. എന്തുകൊണ്ട്? മുറബിയായ ഷെയ്ഖിന് ഈ കാലഘട്ടത്തിൽ ഒരു മുറബിയായ ഷെയ്ഖിനെ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം മുറബിയായ ഷെയ്ഖിനെ സംബന്ധിച്ച് അല്ലാഹുവിനോട് നമ്മൾ ഒരു ദിവസത്തിൽ അല്ലാഹുവിനോട് പറയുന്നു, ഇയ്യാക നിനക്കെ നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കൂ, വഇയ്യാക നിന്നോടെ നസ്തഈനു, ഞങ്ങൾ സഹായിക്കാൻ പറയൂ. എന്തു സഹായം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, തിരിയാതെ വളയാതെ നിന്നിലേക്ക് എത്തപ്പെടുന്ന റൂട്ട്. സിറാത്ത്, തരീഖ്, സബീല്, മദ്ഹബ്, ഇത് നാലും മുതറാദിഫായ അൽഫാദുകളാണ്. സാധാരണക്കാർക്ക് അത് പറഞ്ഞറിയില്ല. ഒരേ അർത്ഥത്തിലുള്ള 4 വേർഡുകളാണ് ഇത് നാലും. അപ്പൊ സിറാത്തല്ലദീന എന്ന് പറഞ്ഞാലും, തരീഖല്ലദീന എന്ന് പറഞ്ഞാലും, മദ്ഹബല്ലദീന എന്ന് പറഞ്ഞാലും, സബീലല്ലദീന എന്ന് പറഞ്ഞാലും 4 ഒന്നാണ്. അപ്പൊ നമ്മൾ ഒരു തെരീക്കത്ത് സ്വീകരിക്കണമെങ്കിൽ ആ തെരീക്കത്ത് ആരെ തെരീക്കത്താകണം? അല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് കൊണ്ട് അനുഗ്രഹിച്ചവരുടെ ഏതാകണം? തെരീക്കത്താകണം. എങ്ങനെ അനുഗ്രഹിച്ചവർ? ഗൈറുൽ മഗ്ദൂബി അലൈഹിം, ജീവിതത്തിൽ നിനക്ക് അവരോട് ദേഷ്യം പിടിക്കേണ്ടി വന്നിട്ടില്ല. ലവലേശം ജീവിതത്തിൽ അവർ നിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിയിട്ടും ഇല്ല. ആ നിലക്ക് അവരുടെ ജീവിതം പാകപ്പെടുത്തി നിന്റേത് മാത്രമാക്കി തീർത്ത കാരണം കൊണ്ട് ഞങ്ങൾക്കുള്ള സിറാത്തും
ഞങ്ങൾക്കുള്ള തരീഖത്തും ഞങ്ങൾക്കുള്ള മദ്ഹബും ആൾക്കാരായി നീ അവരെ നിയോഗിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ജീവിതത്തിൽ ദേഷ്യം പിടിക്കാത്ത ഒരു വ്യക്തിനെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കാതെ ജീവിതം മുഴുവനും കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിനെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റൂട്ടിൽ നിന്ന് ലെവലേശം തെറ്റിപ്പോകാതെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അതിന് ആളില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതുകൊണ്ടല്ലേ അയിമ്മത്തുൽ അർബഅ കഴിഞ്ഞാൽ പിന്നെ ആരില്ല, ഈ റൂട്ട് കാണിച്ചു തരാൻ ആളില്ല. അവരത്രയും സൂക്ഷ്മതന്റെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞു. കാലാന്തരത്തിൽ അത് പോയി, ഇത്തിഹാദ് പോയി. അതുപോലെ തന്നെ ഒരു മുറബിയായ ഷെയ്ഖാകാനുള്ള ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു തെർബിയത്തിന്റെ ഷെയ്ഖായിരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കണ്ടോൽക്കൊക്കെ ഉണ്ട് കയ്യ് കൊടുക്കുക, എന്നിട്ട് ബയ്യത്ത് ചെയ്യിപ്പിക്കുക, കയ്യ് കിട്ടിയില്ലെങ്കിൽ കുപ്പായത്തോട് പിടിപ്പിക്കുക. എന്ത് തെരീക്കാണ് ഈ ചങ്ങായിമാല ഈ തെരീക്ക്? നിങ്ങളൊന്ന് പറഞ്ഞാണ് തല തെരീക്കത്ത്. ഈ കേരളത്തിൽ എത്ര എത്ര മഹാന്മാർ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു മഹാൻ തെരീക്കത്ത് കൊടുക്കാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടോ? ബയ്യത്ത് ചെയ്യാൻ ധൈര്യപ്പെട്ട് ഇരുന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഏതെങ്കിലും ആൾക്കാർ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവര് പേച്ചവരാണെന്ന് കേരളം വിധിയെഴുതിയവരല്ലേ? ചോറ്റൂർ ഷെയ്ഖ്, പോറ്റൂർ ഷെയ്ഖ്, മറ്റേ ഷെയ്ഖ്, മറ്റേ ഷെയ്ഖ് എന്ന് പറയുന്നതൊക്കെ അത് നോക്കാണ്. ബയ്യത്തിലിരുന്ന ആളുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ പേച്ചവരിലിരുന്നു. അല്ലാത്തവർ മുഴുവനും അവിടെ ബയ്യത്തിൽ ഇരുന്നിട്ടില്ല. നമ്മുടെ കാഴ്ചയിൽ അവസാനത്തെ കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അതുപോലെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച നമ്മളെ ദൃഷ്ടിയിൽ ഒരാളായിരുന്നു നൂറുൽ ഉലമ. ഇവരാരെങ്കിലും ഇവിടെ ബയ്യത്തിൽ ഇരുന്നിക്കണോ? പിന്നെ ഈ തക്കാപിത്തകള് ബയ്യത്തിനിരുന്നാൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അർഹതപ്പെട്ടവരാണെങ്കിൽ നമ്മൾ പറയുന്നു വേണമെന്ന്. പക്ഷെ അർഹതപ്പെടാഞ്ഞാൽ അത് വകവെച്ചു കൊടുക്കാൻ കഴിയുമോ? കഴിയൂല. അതാണ് സത്യം. ആ ഭാഗത്തേക്ക് നമ്മൾ കടന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ ഇരുത്തി കൂടുതൽ സംസാരിക്കാന്നുള്ളത് ഒരിക്കലും അനുയോജ്യമല്ലെന്നുള്ള നിലക്ക് അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വസല്ലിമു തസ്ലീമ, നിങ്ങൾ നിങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് പൂർണ്ണമായി ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ തുഗ്നി അനിശ്ശൈഖിൽ മുറബ്ബി വസബബ് മഹബ്ബത്തുർ റസൂലി മൻ ലഹു തസബ്. മഹാന്മാര് പറയാം, തുഗ്നി അനിശ്ശൈഖിൽ മുറബ്ബി, മുറബ്ബിയായ ഷെയ്ഖിനെ തെരഞ്ഞു നടക്കേണ്ട ആവശ്യം വരൂല. ആവശ്യം വരാത്ത അവസ്ഥയിലാക്കും. സബബ്, അല്ലാഹുവിലേക്കും റസൂലിലേക്കും എത്തപ്പെടാൻ മറ്റു ഉപാധികൾക്കും ആവശ്യമില്ലാതെയാക്കി തീർക്കും. എന്ത്? മഹബ്ബത്തുർ റസൂലി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ഉള്ള അതിരറ്റ മഹബ്ബത്ത്. ആ മഹബ്ബത്താണ് ഇന്നത്തെ ഷെയ്ഖ്. നാം ആ മഹബ്ബത്തിന് ഷെയ്ഖാക്കണം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലൂദിൽ നമ്മളോട് പറഞ്ഞത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുദി. ഇന്ന ബൈതൻ, ഒരു ഹൃദയം, അന്താ തങ്ങളാണ് സാകിനുഹു, 24 മണിക്കൂറും ആ ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്നത്. അങ്ങനത്തെ ഹൃദയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തങ്ങളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഹൃദയം. ലൈസ മുഹ്താജൻ, ആ ഹൃദയം ആവശ്യക്കാരനാവില്ല. എന്തിലേക്ക്? ഇലസുറുജി, അല്ലാഹിലേക്ക് നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന മറ്റു ഉപാധികളിലേക്ക് ആവശ്യം വരൂല.
അപ്പൊ ഈ കാലത്ത് ഒരു മുറബിയായ ഷെയ്ഖിനെ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഷെയ്ഖ് നമ്മുടെ ഹബീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിനെ ഷെയ്ഖാക്കി ഹൃദയത്തിൽ കുടിയിരുത്താനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ. അതാണ് പറയുന്നത്, ഇന്ന ബൈത്തൻ ഒരു ഹൃദയം എന്താ തങ്ങളാണ് സാക്കിനുഹു, ആ ഹൃദയത്തിൽ കുടിയേറി താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ചിന്തിക്കുന്നതും പറയുന്നതും ആലോചിക്കുന്നതും എന്ത് ചെയ്യുന്നതും ആ തങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഹൃദയം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൻ കള്ളശൈഖന്മാരിലേക്ക് പിന്നെ ആവശ്യക്കാരനാവൂല. ഓന്റെ ശൈഖ് ആര് തന്നെയാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹിയെ നമുക്ക് ശൈഖായി കിട്ടുന്നുണ്ട്. എന്തിൽ കൂടെ? ആ റസൂലുള്ളാഹിയെ നാം നമ്മെ ഏൽപ്പിക്കുക, ആ റസൂലുള്ളാഹിയുടെ പേരിലുള്ള സ്വലാത്ത് കിട്ടുമ്പോഴൊക്കെ ചെല്ലുക. ആ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് അങ്ങനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. കിട്ടുന്ന സമയത്തൊക്കെ നാം ആ സ്വലാത്തിൽ മുഴുകുക. അങ്ങനെ സ്വലാത്തിൽ മുഴുകി ആ റസൂലുള്ളാഹിയോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാപിച്ചു കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ഷെയ്ഖിന് ആവശ്യമില്ല. അഥവാ നമുക്ക് വാഹിരിയായ ഒരു ഷെയ്ഖിന് ആവശ്യമാണ് എന്ന് ഹബീബിന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ തെണ്ടിത്തെരഞ്ഞ് നടക്കേണ്ടതില്ല. കാരണം ഒക്കെ കള്ളന്മാരാണ്. പിന്നെ തെണ്ടിത്തെരഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? പിന്നെ നല്ലവരുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് അധികരിച്ചത് കൊണ്ട് ഒറിജിനലിന് പ്രത്യക്ഷപ്പെടാൻ വിഷമം. അവരൊക്കെ ഒളിവില. ആ ഒളിവിലുള്ള ഷെയ്ഖന്മാരിൽ അള്ളാന്റെ ഹബീബ് നാം അറിയാതെ നമ്മെ എത്തിപ്പിക്കും. അങ്ങനെ അവർ നമ്മളുടെ തർബിയത്തെ ഏറ്റെടുക്കും. ഏതായാലും ഒന്നുകിൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ എത്തിച്ചു തരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തരീഖത്തും നമ്മുടെ ഷെയ്ഖും ആരായി മാറട്ടെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി മാറട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടലും ഈ പങ്കെടുക്കലും അതിന് ഏതുവാകുന്ന ഒരു സബബായി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഹബീബിന്റെ ആ മഹബത്ത് ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ച് ഹബീബിന്റെ ആളായി മാറുന്ന ആ മുത്തഖീകളുടെ കൂട്ടത്തിൽ അല്ലാഹു സാധുക്കളായ നമ്മളെയും ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും പെടുത്തിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാചകം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يا سيدي يا حبيب الله صلى الله عليه وسلم يا سيدي يا خير خلق الله صلى الله عليه وسلم خذ بيدي قلت حالتي يدركني يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الرحمة الملك الجبار يا الله നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ്
ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരുൾപ്പെടെ എത്തിപ്പെട്ട ഉലമാഉ സാദാത്തുക്കൾ ഉൾപ്പെടെ ആര് ഈ മജ്ലിസിനെ ആശ്രയിച്ച് സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ ഒന്നിരായ പിതാക്കൾ, ഉപ്പാപ്പമാർ, മശായിഖന്മാർ, ഉസ്താദന്മാർ, ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും അടക്കമുള്ള പണ്ഡിത സാദാത്തുക്കൾ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന അലി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ അസത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ മജ്ലിസിൽ ബഹുമാനപ്പെട്ട അലി ഉസ്താദിന്റെ വളരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്കുള്ള സ്വലാത്തിന്റെ ബഹുമാനമാണ് നാം കേട്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസിൽ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഒക്കെ ഉണ്ട്. ഏതായിരുന്നാലും നമ്മുടെ പരിപാടി നീട്ടിക്കൊണ്ടുപോവാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ നിലയ്ക്ക് സംസാരിച്ച് സ്വലാത്തിലേക്ക് കടക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സംസാരം അല്ലാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ, ഉലമാ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഈ മജ്ലിസ് വളരെയധികം ബഹുമാനമാക്കപ്പെട്ട ഒരു മാസത്തിലാണ്. എല്ലാവർക്കും അറിയാം.